ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മേടത്തെ പെണ്ണ് കാണാൻ വന്നതുപോലെ. പെണ്ണ് കാണലും ചെറുക്കം കാണലും ഒന്നും ഇല്ലാതെ നമ്മൾ ഒന്നായില്ലേ? എന്തെല്ലാം ടെൻഷൻസ്, എന്തെല്ലാം പ്രോബ്ലംസ്. എന്നിട്ടും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ രാജു. രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തില്ലേ? രാജു ഇല്ലാതെ ജീവിക്കണ്ട, മരിച്ചേക്കാന്ന് വരെ തീരുമാനം എടുത്തതാ. പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഒരു മാജിക്. മാഡത്തിന്റെ അമ്മയെ കണ്ടെത്തണം. പക്ഷേ എവിടെ ചെന്ന് കണ്ടെത്തും? രാജു, എന്താ സ്വപ്നം കാണുവാണോ? ഞാൻ ഇനി എന്ത് സ്വപ്നം കാണാനാ മാഡം? അതെ, ഞാനും സ്വപ്നം കാണല് നിർത്തി. എന്റെ സ്വപ്നമല്ലേ ദേ സത്യമായിട്ട് മുൻപേ ഇരിക്കുന്നേ. മക്കളെ, അമ്മമ്മേ, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ നേരായില്ലല്ലോ അമ്മമ്മേ. ഇവിടെ നേരം സന്ധ്യയായ ഉറക്കത്തിനൊരു മൂട് വരും. ഇരുട്ടു പറക്കുന്നതിന് മുന്നേ കോടമഞ്ഞും വീഴും. ശരിയാ, താനെ ഉറക്കം വരും. എന്നാ പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോ. പിന്നെ പ്രത്യേക ഒരു കാര്യം, പുറത്തു നിന്ന് മൃഗങ്ങളുടെ അലർച്ച കേട്ടാ നോക്കാനോ ഇറങ്ങാനോ പോണ്ട. അതിവിടെ സ്ഥിരം പതിവാ. അപ്പുറത്ത് തോട്ടം വരെ ആനയോ കാട്ടുപോത്തോ വരും. ഇങ്ങോട്ടൊന്നും അവയ്ക്ക് കേറാൻ പറ്റില്ല. മുറ്റത്ത് കാവൽക്കാരുണ്ട്. യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മമ്മ. ശരി. എന്നാ കിടക്കാം. കിടക്കാം. അതൊന്നും പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എനിക്ക് ഒരുമിച്ച് കിടക്കാനും പേടിയാ. എന്ന് പറഞ്ഞാ പറ്റുവോ? ഞാൻ ഭാര്യയല്ലേ രാജു. ഇതിനകത്താണെങ്കി അറുകലയും പിശാച്ചും ഒക്കെ എന്നെ ഒന്ന് ആക്രമിച്ചാലോ? വാ, ഇവിടെ കിടന്നാ മതി. ശരി, ഞാൻ കട്ടിലിൽ കിടക്കാം. പക്ഷേ ഡോണ്ട് ടച്ച്. ഓക്കെ, കിടന്നോ. ഡോണ്ട് ടച്ച്. കൈയൊന്ന് മുട്ടിന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴില്ല. ഉറങ്ങി.